എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് മന്ത്രാക്ഷരിയിൽ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണന് വെണ്ണയോടുള്ള പ്രിയം എല്ലാവർക്കും അറിയാമല്ലോ. വെണ്ണ കിട്ടിയാൽ പിന്നെ കണ്ണന് മറ്റൊന്നും വേണ്ട. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും. അറിയാലോ, കണ്ണൻ അങ്ങനെ വെണ്ണ കവർന്നുണ്ണുന്നൊരു ശീലം കൂടിയുണ്ട്. ഉണ്ണിക്കണ്ണന് വെണ്ണ നൽകി പ്രാർത്ഥിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ കണ്ണനാവില്ല. വെണ്ണ ഉരുകുന്നത് പോലെ തന്നെ കണ്ണൻ്റെ മനസ്സലിയും. ഭക്തന്റെ പ്രാർത്ഥന വേഗത്തിൽ സാധിച്ചു കൊടുക്കും കണ്ണൻ. അതുപോലെ തന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ കണ്ണൻ്റെ വെണ്ണയോടുള്ള പ്രിയം കവി വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്: കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ വാത്സല്യത്തിൻ്റെ ആൾരൂപമായി നിൽക്കുന്ന യശോദ അമ്മ കുളിച്ചു വരുന്നത് വരെ ആ പാൽവെണ്ണ ഞാൻ കാത്തു നിന്നില്ലേ, കാത്തു സൂക്ഷിച്ചില്ലേ? ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും അമ്മ വെണ്ണ തരാതെ എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോകുന്നത് എന്ന് കണ്ണൻ ചോദിക്കുന്നു. ഇത് കേട്ട് അമ്മ കണ്ണൻ്റെ കയ്യിൽ വെണ്ണ നൽകുന്നു. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ട് കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായിന്നു ഞാൻ കേഴും പോലെ. ഒറ്റക്കൈയിൽ വെണ്ണ വെച്ചു നൽകിയാൽ ഇവിടെ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്നാണ് കണ്ണൻ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നത്. അതുപോലെ ജ്യേഷ്ഠനായ ബലരാമന് വെണ്ണ കൊടുക്കുമ്പോഴും ഉണ്ണിക്ക് ദുഃഖമുണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതു കേട്ട അമ്മ വെണ്ണയ്ക്കായി പോയപ്പോൾ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ട് കണ്ണൻ പറയും, അമ്മേ, ആ വെണ്ണ കള്ളക്കാക്ക കൊണ്ടുപോയി എന്ന്. ഇതു കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയും, ആ കള്ളക്കാക്ക ആരാന്ന് അമ്മയ്ക്കറിയാന്ന്. അമ്മ വീണ്ടും വെണ്ണ കൊണ്ടുവന്ന് രണ്ട് കൈയിലും വെച്ചു കൊടുക്കും. അപ്പോൾ കണ്ണൻ്റെ പൂനിലാവ് പോലുള്ള ചിരിയുണ്ട് എന്നാണ് കവി പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു കണ്ണൻ്റെ വെണ്ണയുടെ കഥ തന്നെയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു ഗോപികയുടെ വീട്ടിലെത്തി. വെണ്ണ മോഷ്ടിക്കാനായി കണ്ണൻ അകത്ത് കടന്ന് വെണ്ണ ഇരുന്നിടത്തെത്തിയപ്പോഴേക്കും ഗോപിക കണ്ണനെ ഉടനെ പിടികൂടി. അപ്പോൾ നമ്മുടെ പാവം കണ്ണൻ കൊഞ്ചിക്കൊണ്ട് എന്നത്തെയും പോലെ എനിക്ക് വെണ്ണ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടൻ ചോദിക്കുമ്പോഴേക്കും വെണ്ണ തരാൻ കഴിയില്ല, അതിന് പണിയെടുക്കണം, പരിശ്രമിക്കണമെന്നും ഗോപിക പറഞ്ഞു. കണ്ണൻ പറഞ്ഞു, അതിനെന്താ, എന്തു പണിയും എടുക്കാമല്ലോ. വെണ്ണ കിട്ടാൻ വേണ്ടി എന്തു പരിശ്രമിക്കാനും തയ്യാറാണ്. ഇത് കേട്ട ഗോപിക പറഞ്ഞു, അപ്പുറത്തിരിക്കുന്ന ചാണകവരളി, അതായത് ചാണകം പരത്തി ഉണക്കുന്നത്, അതാണ് അവർ അവിടെ കത്തിക്കാനെടുക്കുന്നത്. ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിടണം. അങ്ങനെ ഒരു തട്ട് ചാണകം എടുത്തു കൊണ്ടുവന്ന് ഇപ്പുറത്തിട്ടാൽ ഒരു തട്ട് വെണ്ണ തരാമെന്ന് ഗോപിക പറഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണൻ പറഞ്ഞു, ഒരു കുട്ട തരുമോ എന്ന് ചോദിച്ചു. ഒരു കുഞ്ഞി കുട്ട കൊടുത്തു കണ്ണന്. എത്ര പ്രാവശ്യം കൊണ്ടുവന്നു എന്ന് എങ്ങനെയാ അറിയാ? എനിക്ക് എണ്ണാനൊന്നും അറിയില്ല. ജോലിയെടുത്തു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ജോലിയിലാണ് ശ്രദ്ധ, അത് തീരും വരെ ചെയ്യും. അപ്പോൾ ഗോപികാമ പറഞ്ഞു, എന്നാൽ ശരി, ഓരോ കുട്ട ചാണകം കൊണ്ടുവരുമ്പോഴും ഓരോ കറുത്ത പൊട്ട് വീതം കണ്ണനെ ഇട്ടുതരാം. കണ്ണൻ തല കുലുക്കി സമ്മതിച്ചു. അങ്ങനെ ഓരോ കുട്ട കൊണ്ടുവരുമ്പോഴും കണ്ണൻ ഗോപികാമയുടെ അടുത്ത് ചെന്ന് ഒരു കറുത്ത പൊട്ട് തൊടും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും കണ്ണൻ്റെ മുഖം മുഴുവൻ കറുത്ത പൊട്ടുകൾ കൊണ്ട് നിറഞ്ഞു. ഹരേ കൃഷ്ണ! കണ്ണൻ്റെ ഈ ലീല കണ്ട ഗോപികാമയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെയും ജന്മസാഫല്യത്തിൻ്റെയും ആനന്ദാശ്രു ധാരധാരയായി ഒഴുകി. പണിയെല്ലാം കഴിഞ്ഞ കണ്ണൻ പറഞ്ഞു, ഗോപികാമ, ഇനി എനിക്ക് വെണ്ണ തരുമോന്ന്. അപ്പോൾ വീണ്ടും ഗോപികാമ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ വെണ്ണ തരാൻ പറ്റില്ല, ഓടക്കുഴലൂതി ഒരു നൃത്തം ചെയ്യൂ എന്ന്. കേട്ട ഉടനെ കണ്ണൻ അത് സമ്മതിച്ചു. കണ്ണൻ പറഞ്ഞു, നൃത്തം ചെയ്യാമെന്ന്. വേണു ആലപിച്ച് നൃത്തം തുടങ്ങി കണ്ണൻ. അതും കണ്ട ഗോപികാമ വളരെയധികം സന്തോഷിക്കുകയും ഭഗവാനിൽ സ്വയം ലയിച്ചു ചേർന്ന് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമാധിയായി എന്നേക്കുമായി ഭഗവാനിൽ വിലയം പ്രാപിച്ചു എന്ന്. ഓരോ ഗോപന്മാർക്കും ഉള്ള ഭക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർ കണ്ണനെ കണ്ടാൽ സ്വയം മറന്നില്ലാതെയാകും. ആ ഗോപിയയ്ക്ക് ഭഗവാനോടുള്ള ഭക്തിക്ക് മുൻപിൽ ഭഗവാൻ എന്തു ജോലി ചെയ്യാനും
എത്ര നേരം ഓടക്കുഴൽ ഊതിക്കൊണ്ട് നൃത്തം ചെയ്യാനും ഒന്നും മടി കാണിച്ചില്ല. ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യും. ഭക്തന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും. ഇവിടെ കണ്ണൻ വെണ്ണയുണ്ണാനുള്ള കൊതി കൊണ്ടല്ല അമ്മയുടെ അടുത്ത് യഥാർത്ഥത്തിൽ ലീലയാടിയത്. അമ്മയ്ക്ക് സമാധിക്കുള്ള സമയമായി. ഭഗവാനെ യഥാസമയം സ്മരിച്ച് കഴിയുന്ന ആ അമ്മയ്ക്ക് കണ്ണു നിറയെ കണ്ണനെ കാണാനും ആനന്ദിക്കാനും കഴിഞ്ഞു. എത്രയൊക്കെ സന്തോഷം ഭഗവാൻ തിരിച്ചു കൊടുത്തു എന്നതാണ് ആ അമ്മയ്ക്കുള്ള പുണ്യവും ഭാഗ്യവും. ഭഗവാന്റെ കൃപാകടാക്ഷം അത് ഒന്നുകൊണ്ട് മാത്രമാണ്. ആത്മാർത്ഥമായ ഭക്തി എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ കൃപാകടാക്ഷവും ഉണ്ടാകും. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹിമേ കൃപയാൽ കൃഷ്ണ ത്വയി ഭക്തിമചഞ്ചലം. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം, നിന്നിൽ അചഞ്ചലമായ ഭക്തി എനിക്ക് തന്നാലും കൃഷ്ണ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാം നിത്യേന ചൊല്ലേണ്ട ഒരു ശ്ലോകം കൂടിയാണിത്. 4 വരി മാത്രമുള്ള ഈ ശ്ലോകം നിത്യേന ശീലമാക്കാൻ ശ്രമിക്കൂ. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യമേകുന്ന ആ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.